വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇതുവരെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത നൂറുകണക്കിന് സ്പോൺസേഴ്സിനെ, വെൽവിഷേഴ്സിനെ, റെഗുലറായി ഇത് കാണുന്ന പ്രേക്ഷകരെല്ലാവരെയും കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നത്തെ സ്പോൺസേഴ്സിനെ അനുഗ്രഹിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, പ്രിൻസി ഷിബുവിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിൻസിയെയും ഷിബുവിനെയും നല്ലൊരു ജോലി നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ. മാത്രമല്ല കുടുംബത്തിൻ്റെ മേൽ സകല അനുഗ്രഹങ്ങളെ അങ്ങ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാജമ്മ കരുണാകരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യം നൽകണമേ, സകല രോഗങ്ങളിൽ നിന്നും സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വരദ ഷാജിക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഭർത്താവിന് മദ്യപാനത്തിൽ നിന്ന് പരിപൂർണ സ്വാതന്ത്ര്യം അങ്ങ് നൽകണമേ, സകല കടബാധ്യതകളും മാറ്റണമേ. കർത്താവെ, സമാധാനം നിറഞ്ഞ ഒരു ജീവിതം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. KS ജോയ്ക്കും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി ശരിയായി കിട്ടുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരുമകന് വിദേശ രാജ്യത്ത് നല്ലൊരു ജോലി ലഭിക്കേണ്ടതിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കുഞ്ഞമ്മ ആൻ്റണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരുമകൻ അരുണിന് മുട്ടുകാലിലെ വേദന ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ പരിപൂർണ സൗഖ്യം ലഭിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല എല്ലാ കടബാധ്യതയിൽ നിന്നും ഒരു വലിയ സ്വാതന്ത്ര്യം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂനെയിൽ നിന്നുള്ള രാജേഷ് നായർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്ക് ജോലിയിൽ അനുഗ്രഹങ്ങളെ നൽകണമേ. മാത്രമല്ല തൻ്റെ അങ്കിളിന് മദ്യപാനത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. പൂനെയിൽ നിന്നുള്ള മാത്യു MJക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യൂറിക് ആസിഡിൻ്റെ ലെവൽ ബ്ലഡിൽ കുറഞ്ഞു പോകുന്നത് പൂർണ്ണമായി മാറി അത് നോർമൽ ആകേണ്ടതിനായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല നല്ല ആരോഗ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നത്തെ ഓരോ സ്പോൺസറെയും കർത്താവ് ഞങ്ങളെല്ലാവരും ചേർന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൂനായി ആഗസ്റ്റ് 6 വ്യാഴം. ജ്യോതിബ മംഗൾ കാര്യാലയ, വിജയ് നഗർ, കലവാടി, പിംപ്രി, പൂനെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അന്തേരി, മുംബൈ ആഗസ്റ്റ് 7 വെള്ളി. കനോസ സ്കൂൾ, മഹാകാളി കേവ്സ് റോഡ്, അന്തേരി ഈസ്റ്റ്, മുംബൈ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കല്യാൺ, മുംബൈ ആഗസ്റ്റ് 8 ശനി. സനേ മംഗൾ കാര്യാലയ, സുന്ദര പ്ലാസ, ബേൽ ബസാർ, കല്യാൺ വെസ്റ്റ്. ഈ സിസ്റ്ററിൻ്റെ പേര് ജിജി സേവ്യർ എന്നാണ്. സിസ്റ്റർ യേശു കർത്താവ് ചെയ്ത വലിയൊരു അത്ഭുതത്തിൻ്റെ സാക്ഷിയുമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. സിസ്റ്റർ കഴിഞ്ഞ ഒക്ടോബർ 17 വീടിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങിയ വഴിക്ക് വീണ് കാലിൻ്റെ വലത് കാലിൻ്റെ എല്ലുകൾ ഒടിഞ്ഞു. ഈ കുഴ തെറ്റിയിട്ട് അസ്ഥികൾ ഒടിഞ്ഞു. ഏകദേശം 4 പീസായ അസ്ഥികൾ മാറി വലതുകാലിൻ്റെ അവിടെ 2 സ്റ്റീൽ ഇട്ടിരിക്കുന്നു. അപ്പം ഡോക്ടർമാർ പറഞ്ഞത് 2 വർഷത്തിന് ശേഷം സ്റ്റീൽ എടുക്കണം, അങ്ങനെ പറഞ്ഞിരുന്നതാണ്. അപ്പം 1.5 മാസത്തോളം ഈ സിസ്റ്റർ വീൽ ചെയറിൽ തന്നെയായിരുന്നു, നടക്കാൻ പറ്റാതെ വീൽ ചെയറിൽ തന്നെയായിരുന്നു. അതിനുശേഷം ഡോക്ടർമാർ പറഞ്ഞത് സ്റ്റിക്കുകളുടെയോ വോക്കറിൻ്റെയൊക്കെ സഹായത്തോടു കൂടി മാത്രമേ നടക്കാൻ പറ്റൂ. അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേഷനുകൾ പറഞ്ഞതാണ്. എന്നാൽ ഈ സഹോദരി ചെയ്യുന്നൊരു കാര്യം, നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണുന്നൊരു വ്യക്തിയാണ്. ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാമിൽ എല്ലാ ദിവസവും ബ്രദറും സിസ്റ്ററും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ സിസ്റ്റർ കൂടെ കർത്താവെ എന്നെ ഒന്ന് സൗഖ്യമാക്കണം, ഡോക്ടർമാർ പറയുന്നത് പോലെയല്ല, എനിക്ക് ഈ വാക്കറിലൊന്നും നടക്കേണ്ട, എനിക്കിത് ഇഷ്ടമല്ല, യേശു എന്നെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഈ സഹോദരി പറഞ്ഞ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചത് പൂർണ്ണമായി നല്ല രീതിയിൽ കാലുകൾ മുഴുവൻ നിലത്ത് കുത്തി നടക്കുവാൻ കർത്താവ് ഈ സഹോദരിക്ക് സഹായിച്ചു. ഇത്രയൊക്കെ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തപ്പോൾ
എന്നാൽ നമുക്ക് എടപ്പള്ളിയിലെ ബ്ലെസ്സിങ് സെൻറ്ററിൽ ഒന്ന് പോയി ഒന്ന് കണ്ട് പ്രാർത്ഥിച്ചേക്കാമെന്ന് ഈ സഹോദരിക്ക് ഒരു ആഗ്രഹം വന്നു. അപ്പം സഹോദരി എടപ്പള്ളിയിലെ ബ്ലെസ്സിങ് സെൻറ്ററിൽ വന്നു, അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. ഈ സഹോദരി പറഞ്ഞത് അതിനു മുൻപ് അരമണിക്കൂർ മാത്രമേ സഹോദരിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അരമണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ തന്നെ കാലിന് വേദന വരും, കാല് പെട്ടെന്ന് നീര് വെക്കും. പക്ഷെ നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററിൽ വന്ന് ആരാധിക്കാൻ അവിടെ വന്നു. ഈ സഹോദരി പറയുകയാണ്, ആ ആദ്യത്തെ സമയം മുതൽ ആ 2 മണിക്കൂർ, ആരാധനയുടെ 2 മണിക്കൂർ ഒരു കുഴപ്പവുമില്ലാതെ ഈ സഹോദരി നിൽക്കുവാനിടയായി തീർന്നു. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്? ഇരിക്കാൻ പാടില്ല, മെസ്സേജിൻ്റെ സമയത്ത് എല്ലാവരും ഇരിക്കും, കസേരയിൽ ഇരിക്കാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഞാൻ ഇരുന്നില്ല. എൻ്റെ ഉള്ളിൽ ആരോ വന്ന് പറയുകയാണ്, നീ നിൽക്ക്, എഴുന്നേറ്റ് നിൽക്കൂ എന്ന് പറയുകയാണ്. ഈ സഹോദരി പറയുന്നത് ആ 2 മണിക്കൂർ എഴുന്നേറ്റ് നിൽക്കും, ഒരു ശക്തി പോലെയൊക്കെ തോന്നി. 2 മണിക്കൂർ എഴുന്നേറ്റ് നിന്നു. അതിനുശേഷം സഹോദരി പറഞ്ഞു, എനിക്ക് തോന്നുന്നു പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു. പിറ്റേ ദിവസം ഇവരെ കാണുന്ന ഡോക്ടറെ പോയി കണ്ടു. അവിടെയാണ് അത്ഭുതം നടന്നത്. ഈ ഡോക്ടറെ കണ്ട് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ പറയുകയാണ്, 2 വർഷത്തിന് ശേഷമേ ഈ അസ്ഥികൾ കൂടി ചേരുമെന്ന് പറഞ്ഞത്. എക്സ്റേ സ്ക്രീനിൽ നോക്കി ഡോക്ടർ പറയുകയാണ്, ആ അസ്ഥികൾ പൂർണ്ണമായി കൂടി ചേർന്നിരിക്കുകയാണ്. ഇപ്പം ഈ സഹോദരി പറയുകയാണ്, ഇപ്പം എനിക്ക് എത്ര മണിക്കൂർ വേണേലും നിൽക്കാം, എന്ത് ജോലി വേണേലും ചെയ്യാം, എത്ര ദൂരം വേണേലും നടക്കാം. യേശു കർത്താവ് എന്നെ പൂർണ്ണമായി സൗഖ്യമാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. കൈകൾ രണ്ടും ചേർത്തടിച്ചുകൊണ്ട് തലയ്ക്ക് മുകളിൽ ആ കൈകളൊന്ന് അടിച്ച് കർത്താവിനൊരു മഹത്വത്തിന്റെ ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ഈ വരുന്ന ഓഗസ്റ്റ് 14-ാം തീയതി സുപ്രധാനമായ ഒരു ദിവസമാണ്. അന്നാണ് നമ്മുടെ ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ് കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ വെച്ച് നടക്കാൻ പോകുന്നത്. നേരത്തെ അനൗൺസ് ചെയ്തത് ഇപ്പോഴേ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അന്നൊരു അവധി ദിവസമാണ്. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ നേരത്തെ തന്നെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക, ഇപ്പോഴേ പ്രാർത്ഥിക്കുക, തയ്യാറാകുക. നിങ്ങളെയും ജീവിത പങ്കാളിയെയും മക്കളെയും കുടുംബത്തോട് ബന്ധപ്പെട്ട സകലത്തെയും അന്നത്തെ ദിവസം കർത്താവ് അനുഗ്രഹിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എവിടെയാണെങ്കിലും എത്ര ദൂരെയാണെങ്കിലും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഇപ്പോഴേ ക്രമീകരിക്കുക. കുടുംബത്തിന് വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കുമെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ കുടുംബത്തെ മാത്രമല്ല, ഇനിയുള്ള നമ്മുടെ തലമുറകളെയും കർത്താവ് അനുഗ്രഹിക്കും. ബൈബിൾ പറയുന്നു, ദൈവസന്നിധിയിൽ ചെലവിടുന്ന ഒരു ദിവസം വേറെ 1000 ദിവസങ്ങളേക്കാൾ, എന്ന് വെച്ചാൽ ഏകദേശം 3 വർഷത്തിലപ്പുറം, അതിനേക്കാൾ പ്രധാനമാണ് ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്ന ഒരു ദിവസം. അതുകൊണ്ട് തീർച്ചയായും കുടുംബങ്ങൾ പണിയപ്പെടുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ്, യേശു കർത്താവ്, പിതാവായ ദൈവം ചേർന്ന് കുടുംബം പണിയപ്പെടുവാൻ യു ആർ വെൽക്കം ടു ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ്. വിവാഹിതരായ എല്ലാവർക്കും വേണ്ടി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ്. All the husbands should be great givers, just like Jesus is the supreme giver. എല്ലാ ഭാര്യമാരും വീടിനെ പണിയുന്ന കാര്യത്തിൽ പ്രത്യേകമായ നൈപുണ്യമുള്ളവരായിരിക്കണം. ആഗസ്റ്റ് 14 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ കൊച്ചി ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതിമാർ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് Let us read a verse from the Bible. നമുക്കത് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. Hebrews chapter number 10. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം verses 6 and 7. അതിന്റെ 6-7 വാക്യങ്ങൾ. With burnt offerings and sin offerings you were not pleased. Then I said, here I am. It's written about me in the scroll. I have come to do your will, my God. 6-7 വാക്യങ്ങൾ. ഹോമയാഗങ്ങളിലും പാപയാഗങ്ങളിലും അങ്ങ് പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവിടുന്ന് പ്രസ്താവിക്കുന്നു. This is a prophetic
verse about our Lord's coming into this world. ഇത് നമ്മുടെ കർത്താവ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുന്നോടിയായി പറഞ്ഞ ഒരു പ്രവചന ദൂതാണ് നമ്മൾ വായിച്ചത്. This is a messianic prophecy. ഇതൊരു മശിഹ പ്രവചനമാണ്. And these verses say, with burnt offerings and sin offerings you were not pleased. ഈ വാക്യം പറയുന്നത് ഹോമയാഗങ്ങളിലും പാപയാഗങ്ങളിലും അങ്ങ് പ്രസാദിക്കുന്നില്ല. See, in the Old Testament they used to give a lot of offerings to the Lord. പഴയ നിയമങ്ങൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി അവർ ഒത്തിരി യാഗങ്ങൾ കഴിക്കാറുണ്ടായിരുന്നു. There were a category of offerings called sin offerings. ആ പാപയാഗം എന്ന് പറയപ്പെടുന്ന ചില അങ്ങനെയുള്ള തരത്തിൽപ്പെട്ട ചില യാഗങ്ങൾ ഉണ്ടായിരുന്നു. Another offering was called burnt offerings. മറ്റൊരു യാഗമാണ് ഹോമയാഗങ്ങൾ. So there were so many sacrifices. അതുപോലെയുള്ള ഒത്തിരി യാഗങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയും. Even though there was this practice in this world, God was not pleased with all these sacrifices. ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ ഈ ലോകത്ത് നിലനിന്നിരുന്നെങ്കിൽ കൂടി ദൈവം ഇങ്ങനെയുള്ള യാഗങ്ങളിൽ ഒന്നും പ്രസാദിച്ചിരുന്നില്ല. Then Jesus, the Son of God, said, ഇപ്പോൾ യേശു ദൈവത്തിന്റെ പുത്രൻ ഇപ്രകാരം പറയുകയാണ്, Here I am, God. ഇതാ ഞാൻ വരുന്നു, And about me it is written in the scrolls. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. And I have come to do your will. ദൈവമേ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. I understand one thing from this verse. ഈ വാക്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്, God prefers our doing his will to offering sacrifices to him. ദൈവം തൻ്റെ ഹിതം ചെയ്യുന്നതാണ് യാഗങ്ങളെക്കാൾ ദൈവം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. Say it again. This is very important. ദൈവം യാഗങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ ഹിതം ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ ചെയ്യുന്നതാണ്. One more time, please. ദൈവത്തിന് യാഗങ്ങളെക്കാൾ യാഗങ്ങളെക്കാൾ കൂടുതൽ ദൈവം ഇഷ്ടപ്പെടുന്നത് നമ്മൾ ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നതാണ്. Can you shout a big hallelujah? കൈകൾ ഉയർത്തി ഒരു വലിയൊരു ഹല്ലേലൂയ ചെയ്താലും We can offer big sacrifices to God. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഒത്തിരി വലിയ യാഗങ്ങൾ കഴിക്കുവാൻ കഴിയുന്നതാണ്. In those days people used to do a lot of expensive offerings. അന്നത്തെ കാലഘട്ടങ്ങളിൽ ഒത്തിരി ആളുകൾ വളരെ ചിലവുള്ള ഒത്തിരി യാഗങ്ങൾ അവർ ചെയ്യാറുണ്ടായിരുന്നു. King Solomon, he was very rich and he offered 1,000 oxen one time as a sacrifice. ശലോമോൻ രാജാവ് അന്ന് ഭയങ്കര ധനികനായിരുന്ന അദ്ദേഹം അന്ന് 1000 കാളക്കുറ്റന്മാരെയാണ് ഒരു സമയം അദ്ദേഹം യാഗത്തിന് വേണ്ടി ബലി കൊടുത്തത്. So if you are rich, you can offer rich offerings. നിങ്ങൾക്ക് പണമുള്ള ആളാണെങ്കിൽ ഒത്തിരി ചെലവ് പണം മുടക്കി നിങ്ങൾക്ക് യാഗങ്ങൾ കഴിക്കാവുന്നതാണ്. But God is saying, എന്നാൽ ദൈവം പറയുകയാണ്, no need of such sacrifices. അങ്ങനെയുള്ള യാഗങ്ങളുടെ ഒരു ആവശ്യവുമില്ല. My children, understand my will and do my will in your life. എൻ്റെ മക്കൾ ചെയ്യേണ്ടത് എൻ്റെ ഇഷ്ടം എൻ്റെ ഹിതം മനസ്സിലാക്കി അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. So when Jesus came into this world, യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ he said, I am not going to offer such offerings to you. ഞാൻ അങ്ങനെയുള്ള പഴയ നിയമത്തിൽ കാണുന്ന അങ്ങനെയുള്ള യാഗങ്ങൾ ഒന്നും ചെയ്യുവാൻ പോകുന്നില്ല. But I am going to do your will. ഞാൻ പോകുന്നത് ദൈവമേ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാനാണ്. When we read John chapter 4, നമ്മൾ യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോൾ Jesus is saying, doing my father's will is my food. എൻ്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ആഹാരം എന്ന് നമുക്ക് അവിടെ കാണാവുന്നതാണ്. Do you know finally what Jesus did for us? എന്താണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി അവസാനമായി ചെയ്തതെന്ന് നമുക്കറിയാമോ? He gave himself as a sacrifice for us. യേശു കർത്താവ് തന്നെത്താൻ സ്വയം നമുക്ക് വേണ്ടി യാഗമായി സമർപ്പിക്കുകയാണ് ചെയ്തത്. Shout a hallelujah. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാലും, Lift both of your hands നിങ്ങളുടെ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചാലും and tell him, Lord, thank you, Jesus. എല്ലാവരും ശബ്ദം ഉയർത്തിക്കൊണ്ട് പറഞ്ഞേ, യേശുവേ നന്ദി. Let us read 1 John chapter 3 and verse number 22. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. It reads, and receive from him anything we ask, because we keep his commands and do what pleases him.
1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം, അവിടുത്തെ കൽപ്പനകൾ നാം അനുസരിക്കുകയും അവിടുത്തെ പ്രസാദകരമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നാം അപേക്ഷിക്കുന്നത് എന്തും ദൈവത്തിൽ നിന്ന് പ്രാപിക്കും. So secondly, doing God's command, practicing God's command, fulfilling his command pleases him. അടുത്ത കാര്യം ഇതാണ്, ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കുന്നത് അത് ദൈവത്തിന് പ്രസാദകരമായ കാര്യമാണ്. So we have to read the Bible very well. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മൾ വായിക്കണം. Every day we have to meditate it. എല്ലാ ദിവസവും നമ്മൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കണം. We have to understand his will. ദൈവത്തിൻ്റെ ഹിതം, ഇഷ്ടം എന്ന് നമുക്ക് മനസ്സിലാക്കണം. Then we have to understand his command. അത് മാത്രമല്ല ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്തെന്ന് നമ്മൾ തിരിച്ചറിയണം. That will please God. അത് ദൈവം ഒത്തിരി പ്രസാദിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. Another thing is mentioned in 1 Timothy chapter number 2. അടുത്ത ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റുന്നത് 1 തിമത്തിയോസ് അതിൻ്റെ 2-ാമത്തെ അധ്യായം And the first 3 verses. അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. I urge then, first of all, that petitions, prayers, intercession and thanksgiving be made for all people, for kings and all those in authority, that we may live peaceful and quiet lives in all godliness and holiness. This is good and pleases God our Savior. 1 തിമത്തിയോസ് 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. എല്ലാവർക്കും വേണ്ടി തികഞ്ഞ ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ സമാധാനവും ശാന്തതയുമുള്ള ജീവിതം നയിക്കുവാൻ സാധിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും എല്ലാ അധികാര സ്ഥാനന്മാർക്കും വേണ്ടിയും അപേക്ഷകളും പ്രാർത്ഥനകളും മധ്യസ്ഥതയും സ്തോത്രവും അർപ്പിക്കണമെന്നും എല്ലാറ്റിനും മുൻപേ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇത് നല്ലതും നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകാര്യവുമാണ്. So number 3 is our prayers. When we pray, our prayers will please him. മൂന്നാമതായ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തെ വളരെയധികം പ്രസാദിപ്പിക്കുന്ന ഒരു കാര്യമാണ്. So different kinds of prayers are mentioned here. ഇവിടെ ഒത്തിരി പലതരത്തിലുള്ള പ്രാർത്ഥനകൾ ഇവിടെ പറയുന്നുണ്ട്. Petitions, prayers, intercession and thanksgiving. അപേക്ഷകൾ, പ്രാർത്ഥനകൾ, മധ്യസ്ഥത എന്നിങ്ങനെയുള്ള പ്രാർത്ഥനകളെ പറ്റി പറയാറുണ്ട്. See, in every family there should be something called a family altar. എല്ലാ കുടുംബത്തിലും ഒരു കുടുംബത്തിന്റെ യാഗപീഠം എന്ന് പറയുന്ന പോലെ ഒരു സ്ഥലമുണ്ട്. That means our prayer. അത് എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയാണ്. The father, the mother, the children all together, when they pray, that is a family altar in the New Testament. നമ്മൾ എല്ലാവരും, നമ്മുടെ അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടെ ചേർന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പുതിയ നിയമത്തിൽ അത് കുടുംബത്തിലെ ഒരു യാഗ മേശ പോലെ അത് മാറുകയാണ്. So in the New Testament we have only spiritual sacrifices. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആത്മീകമായ യാഗങ്ങൾ മാത്രമേ ഉള്ളൂ. We are not offering any birds or animals or children. We are not sacrificing anything to God physically, but we are sacrificing the sacrifices of praise to him. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു പക്ഷിയുടെയോ മൃഗത്തിൻ്റെയോ കുഞ്ഞുങ്ങളുടെയോ കുഞ്ഞുങ്ങളെ ഒന്നും യാഗമായി കൊടുത്തല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. നമ്മൾ ആത്മീകമായ സ്തുതികളാണ് പുതിയ നിയമത്തിൽ നമ്മൾ യാഗമായി കൊടുക്കുന്നത്. ഈ വരുന്ന ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ അതൊരു പ്രാർത്ഥനാ ദിനമായി ആചരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നടത്തപ്പെട്ട ബ്ലെസ്സിങ് ടുഡേ പ്രെയർ ഡേയിൽ ശുശ്രൂഷകർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ വർഷം ദിസ് ഈസ് ഓപ്പൺ. എനിവൺ ഹൂ ബിലീവ്സ് ഇൻ പ്രെയർ ക്യാൻ കം ആൻഡ് പാർട്ടിസിപ്പേറ്റ്. ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥനയിൽ വിശ്വാസമുള്ള, പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും വരാം. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ പ്രെയർ. നമ്മൾ ദൈവത്തെ പാടി സ്തുതിക്കും. പക്ഷേ most of the time we will be praying. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ നേരത്തെ തന്നെ അയക്കുക. ലെറ്റർ അയക്കാം, ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ ഫോണിൽ പ്രെയർ കോൾ സെൻറ്ററിലെ നമ്പറിൽ വിളിച്ച് അറിയിക്കാം. എന്നാൽ എല്ലാറ്റിലുപരിയായി ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണമോ, നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ, നിങ്ങളും ഭാര്യയും നിങ്ങളുടെ കുട്ടികൾ, ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരുടെ ഫോട്ടോ, ഫാമിലി ഫോട്ടോയാകാം,
ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കണം, അവളുടെ ഫോട്ടോ. ഒരു യുവാവിൻ്റെ വിവാഹം നടക്കണം, ഫോട്ടോ. ചിലരൊക്കെ യേശുവിനെ അറിയണം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അവരുടെ എല്ലാ ഫോട്ടോകൾ നേരത്തെ തന്നെ അയക്കുക. ആ ഫോട്ടോകളിൽ കൈവച്ച് അന്നത്തെ ദിവസം എല്ലാവരും ചേർന്ന് വന്നു ചേരുന്ന ആയിരങ്ങൾ ഒരുമിച്ച് ചേർന്ന് അന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. This August 15th, the Lord's hands will be moving in a different dimension altogether. I am really excited. മാത്രമല്ല, നിങ്ങളെ വ്യക്തിപരമായി നിങ്ങളുടെ അടുക്കൽ വന്ന്, നിങ്ങളുടെ വീട്ടിൽ വന്ന് ക്ഷണിക്കുകയാണ്. ഈ പ്രാർത്ഥനാ ദിനത്തിൽ വരണം, അനുഗ്രഹം പ്രാപിക്കണം. ബ്ലെസ്സിംഗ് ടുഡേ പ്രാർത്ഥനാ ദിനം ആഗസ്റ്റ് 15 ശനിയാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുക. പ്രാർത്ഥനാ വിഷയങ്ങൾ കത്തുകളായോ ഇമെയിലായോ ഫോണിലൂടെയോ അറിയിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൂനായി ആഗസ്റ്റ് 6 വ്യാഴം. ജ്യോതിബ മംഗൾ കാര്യാലയ, വിജയ് നഗർ, കലവാടി, പിംപ്രി, പൂനെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അന്തേരി, മുംബൈ ആഗസ്റ്റ് 7 വെള്ളി. കനോസ സ്കൂൾ, മഹാകാളി കേവ്സ് റോഡ്, അന്തേരി ഈസ്റ്റ്, മുംബൈ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കല്യാൺ, മുംബൈ ആഗസ്റ്റ് 8 ശനി. സനേ മംഗൾ കാര്യാലയ, സുന്ദര പ്ലാസ, ബേൽ ബസാർ, കല്യാൺ വെസ്റ്റ്. പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥനയുടെ സമയത്ത് യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ബൈബിൾ പറയുന്നത് പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ കർത്താവിൽ പ്രതീക്ഷിക്കുമ്പോൾ, കർത്താവ് ചെയ്യുമെന്ന് വിശ്വസിക്കുമ്പോൾ ആ പ്രത്യാശയ്ക്ക് അല്ലെങ്കിൽ ആ പ്രതീക്ഷയ്ക്ക് ഒരു കോട്ടവും തട്ടാത്ത രീതിയിൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമുക്ക് ആത്മാർത്ഥ ഹൃദയത്തോടെ ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ, രാജ്യങ്ങളിൽ, സംസ്ഥാനങ്ങളിൽ, അപ്പാർട്ട്മെൻറ്റുകളിൽ കർത്താവ് എവിടെയാണ് അവരിയ്ക്കുന്നതെങ്കിലും, ഒരുപക്ഷെ ചിലർ മൊബൈൽ ഡിവൈസുകളിൽ യാത്രയുടെ മധ്യത്തിലായിരിക്കും ഇത് കാണുന്നത്. എല്ലാവരുടെ മേലും ദൈവിക സ്പർശനമുണ്ടാകാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. യേശു കർത്താവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവെ, ഈ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കാൻ തുടങ്ങിയതിനാൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഭാര്യ ഭർത്താക്കന്മാരെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഭർത്താവിൻ്റെ ശരീരത്തിലോ ഭാര്യയുടെ ശരീരത്തിലോ എന്തെല്ലാം അപാകതകളുണ്ടെങ്കിലും അത് മാറ്റി അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ. ദാമ്പത്യ ജീവിതത്തെ സഫലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഒരു കുടുംബത്തെ കർത്താവിനെ കാണിക്കുന്നു, കുഞ്ഞുങ്ങളില്ല എന്ന കാരണത്താൽ പിരിയുവാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. പലരുടെ പ്രഷർ കൊണ്ട് പിരിയുവാനൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം. എന്നാൽ യേശു നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ അത്ഭുതകരമായ ഒരു അനുഭവത്തിലൂടെ പോകാൻ പോവുകയാണ്. അകത്ത് വിശ്വസിക്കുക. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു. ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹെർണിയ എന്ന രോഗത്താൽ പ്രയാസപ്പെടുന്ന ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നതുപോലെ പൈൽസ് രോഗം, വർഷങ്ങളായി സഹിക്കുന്ന പൈൽസ് രോഗം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറട്ടെ. ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അസ്ഥികളെ ബാധിക്കുന്ന രോഗങ്ങൾ, പ്രത്യേകിച്ച് ഓസ്റ്റിയോപൊറോസിസ്, അസ്ഥികളെല്ലാം ദ്രവിച്ചു പോകുന്ന, പെട്ടെന്ന് ഒടിയുന്ന, ബ്രിറ്റിലായി പോകുന്ന ആ അവസ്ഥ യേശുവിൻ്റെ നാമത്തിൽ മാറി ആ അസ്ഥികൾ സ്ട്രെങ്തൻ ചെയ്യപ്പെടട്ടെ, ബലം ഉണ്ടാകട്ടെ, കരുത്തുള്ള അസ്ഥികളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ സോഡിയത്തിൻ്റെ അളവ്, പൊട്ടാഷ്യത്തിൻ്റെ അളവ്, ഇതിനൊക്കെ ഏറ്റക്കുറച്ചിലുകൾ വന്ന് അതിനാൽ പ്രയാസപ്പെടുന്ന ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു.
ബ്ലഡ് പ്രഷർ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ബ്ലഡ് ഷുഗർ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. താങ്ക് യു ജീസസ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഏത് രോഗമായിരുന്നാലും, ഒരു രോഗം കർത്താവിനെ കാണിക്കുന്ന ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ സൂചി കൊണ്ട് കുത്തുന്നത് പോലെ ഭയങ്കരമായ വേദന അനുഭവിക്കുന്ന ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കിയാണ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവിൻ്റെ അത്ഭുതകരമായ വിടുതലുകൾക്കായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ശരീരത്തിൽ പലരുടെയും ശരീരത്തിൽ ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചില രോഗസൗഖ്യങ്ങൾ നടക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. താങ്ക് യു ലോർഡ്. സൗമ്യ എന്നു പേരുള്ള ഒരു സഹോദരി കർത്താവ് ഈ സമയത്ത് വ്യക്തമായ ഒരു സൗഖ്യം നൽകി അനുഗ്രഹിച്ചിരിക്കുക. പ്രത്യേകിച്ച് ഹാർട്ട് സംബന്ധമായ രോഗമുള്ളൊരു സൗമ്യ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. ദൈവകരങ്ങളിലേക്ക് ഓരോ വിഷയങ്ങളും ഞങ്ങളിപ്പോൾ സമർപ്പിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. നാളെ പൂനെയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു. അതിനുശേഷം പിറ്റേ ദിവസം അന്ധേരിയിലും ശനിയാഴ്ച കല്യാണിലും നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. തീർച്ചയായും വരണം. ഇതുവരെ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായും വരണം. ഇതിനു മുൻപ് പങ്കെടുത്തിട്ടുള്ളവർ വീണ്ടും വന്ന് അനുഗ്രഹങ്ങളിൽ നിറയുക. എൻ്റെ പ്രാർത്ഥനാ ഡയറി എന്ന പുസ്തകം ഒത്തിരി പേർക്ക് അനുഗ്രഹമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്കിതുവരെ കോപ്പി ലഭിച്ചിട്ടില്ലെങ്കിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീൻ നമ്പറിൽ വിളിച്ച് ഓഫീസ് ടൈമിൽ ആവശ്യപ്പെടാം. ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ കരസ്ഥമാക്കാം. വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ഓൺലൈനായി നിങ്ങൾക്കത് കരസ്ഥമാക്കാം. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.